ഇന്നലെ നമ്മൾ പ്രധാനമായിട്ട് ഒരു പുതിയ സബ്ജക്റ്റ് തുടങ്ങിയപ്പോൾ അതിൻ്റെ ഇൻട്രഡക്ടറി പാർട്ടായിട്ടുള്ള ഇഷ്യൂസ് ആൻഡ് കൺസെപ്റ്റ്സ് അത് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. അതിനുശേഷം നമ്മൾ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിലേക്ക് പോയി. അതൊരു മേജർ ചാപ്റ്ററാണ്. ആ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ പ്രധാനമായിട്ട് നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന് നിർത്തിയത് ഇൻകം ഫ്ലോ among the two sectors, income and expenditure flow among the two sectors. 3-sector model, 2-sector model, 3-sector model, and finally we discussed the 4-sector model. Now adinte continuation aayittu national income and the related aggregates. It's very important chapter. കാരണം ഇത് കഴിഞ്ഞ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത് മേജർ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ, മാക്രോ ഇക്കണോമിക്സിലെ ഒരു മേജർ ആയിട്ടുള്ള ഒരു പോർഷനിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് നോക്കാം എന്താണ് നാഷണൽ ഇൻകം. ഇറ്റ് ഈസ് ദ ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. നിങ്ങൾ എഴുതുമ്പോൾ ഇറ്റ് ഈസ് ദ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ്. കാരണം റോ മെറ്റീരിയൽസ് ഉണ്ട്, ഇന്റർമീഡിയറീസ് ഉണ്ട്, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫൈനൽ ഗുഡ്സ് ഉണ്ട്. റോ മെറ്റീരിയൽസ്, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് മീൻസ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. അതിന് ഫർദർ ആയിട്ട് വാല്യൂ ആഡ് ചെയ്യണം, അപ്പോഴാണ് അത് ഫൈനൽ ഗുഡ് ആകുന്നത്. മനസ്സിലായോ? കോട്ടൺ അത് ടേൺ ചെയ്യുന്നത് നമ്മൾ നൂലുണ്ടാക്കും. നൂലുണ്ടാക്കിയതിന് ശേഷം നൂലുണ്ടാക്കുന്ന ആൾ തുണി ഉണ്ടാക്കുന്ന ആളുകൾക്ക് കൊടുക്കും. തുണി ഉണ്ടാക്കുന്ന ആള് ചിലപ്പോൾ അതൊരു ഫൈനൽ ഗുഡ് ആകാം, അല്ലെങ്കിൽ ആ തുണി ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് റെഡിമെയ്ഡ് ഗാർമെന്റ്സ് ഉണ്ടാക്കും. അപ്പോൾ റെഡിമെയ്ഡ് ഗാർമെന്റ്സ് ആയിരിക്കും ഫൈനൽ പ്രൊഡക്ട്സ്. അപ്പോൾ ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ നോർമൽ റെസിഡൻസ് ഓഫ് എൻ ഇക്കോണമി ഇൻ എ ഇയർ. ഒരു വർഷത്തിൽ സാധാരണ ദേശീയ വരുമാനം കണക്കാക്കുന്നത് വർഷാവർഷമാണ്. അതുകൊണ്ടാണ് ഇൻ എ ഇയർ എന്ന് പറയുന്നത്. അപ്പൊ പ്രൊഡ്യൂസർ ഗുഡ്സ് ഉണ്ട്, കൺസ്യൂമർ ഗുഡ്സ് ഉണ്ട്. അതർ ഫോർ ഒന്നില്ലെങ്കിൽ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നത് സെൽഫ് കൺസംഷൻ, സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാകാം, അല്ലെങ്കിൽ ഫോർ എക്സ്ചേഞ്ച്, കമ്പനികൾക്ക് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ഫോർ എക്സ്ചേഞ്ച് ഓഫ് മണി. സിൻസ് വി ആർ യൂസിങ് മണി ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, ഇറ്റ് ഈസ് ബീങ് എക്സ്ചേഞ്ച്ഡ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? നോൺ ഇക്കണോമിക് ഗുഡ്സ് ഉണ്ട്. ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞുതരാം. The services of the housewife, ഇതൊരു നോൺ ഇക്കണോമിക് ഗുഡാണ്, സേവനമാണ്. ആരും ഒരു ഹോട്ടലിൽ ചെന്നിട്ട് നമ്മൾ എന്തെങ്കിലും കഴിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വെയിറ്ററിന് ചിലപ്പോൾ നമ്മൾ ടിപ്പ് കൊടുക്കും. ഒന്ന് ഇമാജിൻ ചെയ്തേ, ഒന്ന് റിക്കളക്ട് ചെയ്തേ. ഹാവ് യു എവർ ഗിവൺ എനി എമൗണ്ട് ബൈ ആഫ്റ്റർ ടേക്കിംഗ് അവർ ലഞ്ച് ഓർ ഡിന്നർ ഓർ ബ്രേക്ക്ഫാസ്റ്റ്? നമ്മൾ ഹാവ് യു എവർ ഗിവൺ എനി ടിപ്പ് ടു അവർ മദർ? സോ മച്ച് ലേബർ ഷീ ഈസ് ഡൂയിങ്, so much troubles she is undertaking, so much work she is undertaking, but we are not giving any financial benefits to her, immediate financial benefits here. അതുകൊണ്ടാണ് GDP is the sum of, ആദ്യം തന്നെ പറഞ്ഞ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. GDP means ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം. The sum of the all goods and services produced within the boundaries of a domestic means ആഭ്യന്തര. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ബൗണ്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാത്തിന്റെയും കൂടി കൂടിയതാണ് GDP എന്ന് പറയുന്നത്. ഇനി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്, ഷോർട്ട് ഫോമിൽ പറയുന്നത് GDP അറ്റ് MP, മാർക്കറ്റ് പ്രൈസ്. MMPയും സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കണം. GDP is the sum of, നമ്മൾ പറഞ്ഞു, within the boundaries of a country plus taxes but minus subsidies on imports. നമ്മൾക്ക് ചില കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് ഗവൺമെന്റ് ചിലപ്പോൾ സബ്സിഡി തരും, പക്ഷെ അതിന്റെ മൊത്തം വാല്യൂ നമ്മൾ കണക്കാക്കണം. ഗവൺമെന്റ് സബ്സിഡി എന്നത് ആ ഒരു വസ്തു കൂടുതലായിട്ട് ഇറക്കുമതി ചെയ്ത് പൊതുജനങ്ങൾക്ക് അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ അവർ ആദ്യം തന്നെ ചോദിക്കും, ഇത് ഇൻഷുറൻസ് ഉള്ളവരാണോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇല്ലാത്തവരാണോ? ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അവർ ആ മരുന്നിന് കംപ്ലീറ്റ് പൈസ, ആ ബില്ലിൽ കാണിക്കുന്ന കംപ്ലീറ്റ് പൈസ മേടിക്കും. ഇൻഷുറൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ മേ ഗിവ് യു സം ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് ഹോസ്പിറ്റലാണ് തരുന്നത്, പക്ഷെ മരുന്നിന്റെ വില അത് തന്നെയാണ്.
അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് മൈനസ് സബ്സിഡീസ് ഓൺ ഇമ്പോർട്ട്സ്. ദെൻ കഴിഞ്ഞ വർഷത്തെ പ്രൊഡക്ഷൻ നമ്മൾ കണക്കാക്കുന്നില്ല. കാരണം നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ദ ഫൈനൽ വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഇൻ എ ഇയർ, ഈ വർഷം. ദെൻ ഇൻകം ഏൺഡ് ത്രൂ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞു കഞ്ചാവ് വളർത്തി കഞ്ചാവ് വിൽക്കലോ അല്ലെങ്കിൽ കളവാറ്റി നടത്തി വരുമാനം ഉണ്ടാക്കലോ അതൊക്കെ ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. ദെൻ ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ഉണ്ട്. ഇന്നലെ പറഞ്ഞു എന്താണ് ട്രാൻസ്ഫർ പേയ്മെന്റ്സ്, പെൻഷൻ, അൺഎംപ്ലോയ്മെന്റ് പെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. ക്യാപിറ്റൽ ഗെയിൻസ്, എന്താണ് ക്യാപിറ്റൽ ഗെയിൻസ്? 1000 രൂപ നമ്മൾ നിക്ഷേപിച്ച് ഒരു 5 വർഷം കഴിയുമ്പോൾ അത് ചിലപ്പോൾ 5000 രൂപയായി. അപ്പോൾ 1000-ൽ നിന്ന് 5000 രൂപയാകാൻ 4000 രൂപയാണ് കൂടിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ നിക്ഷേപിച്ച പണത്തിനുണ്ടായ നേട്ടം, അതാണ് പറഞ്ഞ ക്യാപിറ്റൽ ഗെയിൻസ്. ആൻഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആർ ഓൾസോ എക്സ്ക്ലൂഡഡ് ഫ്രം GDP. അപ്പൊ GDP ആയിട്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ഫോമിൽ പറയാനാണ് മണി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ നാഷണൽ റെസിഡൻസ്, GDP, ഡൊമസ്റ്റിക് ആഭ്യന്തരം, പ്ലസ് ഇൻകം ഏൺഡ് ലോക്കലി ബൈ ഫോറിൻ നാഷണൽസ്. നമുക്കറിയാം ധാരാളം ഇൻകം ഏൺഡ് ലോക്കലി ബൈ ഫോറിൻ നാഷണൽസ്. നമ്മുടെ വിദേശത്തുള്ള പല ആളുകളും ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അവരിവിടെ ജോലി ചെയ്യുമ്പോൾ അവരിവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം ഇന്ത്യയിൽ തന്നെ അത് ഇൻകം ഏൺഡ് ലോക്കലി ബൈ ദ ഫോറിൻ നാഷണൽസ് മൈനസ് ഇൻകം റിസീവ്ഡ് ബൈ നാഷണൽസ് റിസൈഡിങ് അബ്രോഡ്. നമ്മുടെ ആളുകൾ, കുറെ ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്, അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുകയും വേണം. ദെൻ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്, GNP, അല്ലെങ്കിൽ ഷോർട്ട് ഫോമിൽ പറയുന്നത് GNP അറ്റ് മാർക്കറ്റ് പ്രൈസ്. ഇത് എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എൻ എക്കോണമി ബൈ ഇറ്റ്സ് ഓൺ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മുടെ ആഭ്യന്തര ഉൽപാദന ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിച്ച് മേ ബി എംപ്ലോയ്ഡ് വിത്തിൻ ദ എക്കോണമി ആൻഡ് അബ്രോഡ് ഇൻ എ ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ നമ്മളുടെ പല പല കമ്പനികൾ, കൺസ്ട്രക്ഷൻ കമ്പനികൾ, ഫോർ എക്സാമ്പിൾ, അവർ വിദേശത്ത് എന്നിട്ട് അവർ ജോലി കോൺട്രാക്ട് എടുത്ത് അവിടെ ജോലി നടത്തുന്നുണ്ട്. L&T ഫോർ എക്സാമ്പിൾ, മേജർ ഇൻകം ഫോർ L&T ഈസ് conducting their work abroad. അപ്പോൾ which may be employed, ഈ domestic resources may be employed within the economy and abroad in a financial year. ഇനി നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ വരുമാനത്തിൽ കണക്കാക്കുമ്പോൾ ഇത് നമ്മൾ നെറ്റ് ഫാക്ടറി ഇൻകം, അതെന്താണെന്ന് നോക്കിയേ. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഗ്രഗേറ്റ് എമൗണ്ട് ദാറ്റ് എ കൺട്രി സിറ്റിസൺസ് ഏൺ എബ്രോഡ് and aggregate amount that foreign nationals earn in home country. നമ്മുടെ വിദേശത്ത് ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അവരിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ റെമിറ്റൻസസ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായോ? നേരെ മറിച്ച് വിദേശത്തുള്ള ആളുകൾ ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. കുറച്ചാണെങ്കിൽ കുറച്ച് അവർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് കിട്ടുന്ന വരുമാനം they will take it to their country. അവരുടെ രാജ്യത്തേക്ക് അവർ കൊണ്ടുപോകും. ഇന്ത്യക്കാർ വെളിയിൽ പോയി ജോലി ചെയ്യുമ്പോൾ ഇന്ത്യയിലേക്ക് റെമിറ്റൻസ് അടക്കുന്നവരെ ഓസ്ട്രേലിയക്കാർ ഇവിടെ വന്നിട്ട്, അല്ലെങ്കിൽ ജപ്പാൻകാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ജപ്പാൻകാരുടെ വരുമാനം അവരുടെ രാജ്യത്തിന്റെ വരുമാനമായിട്ട് കണക്കാക്കണം. ഇതിന്റെ ഡിഫറൻസ് ഞാൻ പറഞ്ഞത് നെറ്റ് ഫാക്ടർ ഇൻകം ഏൺഡ് ഫ്രം എബ്രോഡ് എന്ന് പറഞ്ഞത്. ഇനി അപ്പൊ എന്താണ് GNP അറ്റ് മാർക്കറ്റ് പ്രൈസ്? എന്താണ്? ആദ്യം തന്നെ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്ലസ് ഇൻകം ഏൺഡ് ബൈ ദ നാഷണൽ റെസിഡൻസ് ഇൻ ഫോറിൻ കൺട്രീസ്. വിദേശ രാജ്യങ്ങളിൽ നമ്മളുടെ ആളുകൾ ആരെങ്കിലും ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന വരുമാനം, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് അവർ അടക്കുന്ന റെമിറ്റൻസസ് എന്നാണ് പറയുന്നത്, മൈനസ് ഇൻകം ഏൺഡ് ലോക്കലി ബട്ട് അക്രൂയിങ് ടു ഫോറിൻ കൺട്രീസ്. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, അവരുടെ വരുമാനം, കൊടുക്കുന്ന വരുമാനം അതിൽ നിന്ന് മറ്റേ നിന്ന് മനസ്സ് ചെയ്യാൻ വേണം. അല്ലെങ്കിൽ നമുക്ക് പറയാം GNP at market price is equal to GDP at market price plus net factor income from abroad. അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, ബാലൻസ്ഡ് ആകാം. എപ്പോഴാണ് പോസിറ്റീവ് ആകുന്നത്? NIFA പോസിറ്റീവ് ആണെങ്കിൽ, അതായത് കൂടുതൽ വരുമാനം ഇങ്ങോട്ടും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഇന്ത്യയിൽ കുറവായത് കാരണം കുറവ് വരുമാനം പുറത്തേക്കും പോവുകയാണെങ്കിൽ, അത് റെമിറ്റൻസസ് ആണ് കൂടുതലും. അതുപോലെ തന്നെ ഇവിടെ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന വിദേശീയരായിട്ടുള്ള ആളുകളുടെ വരുമാനം വളരെ അവർ രാജ്യത്തിൽ എടുക്കുന്നത് കുറവാണെങ്കിൽ ഈ ഡിഫറൻസ് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ക്യാൻ ബി പോസിറ്റീവ് ആകാം, ബാലൻസ്ഡ് ആകാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം.
എപ്പോഴാണ് നെഗറ്റീവ് ആവുന്നത്? വിദേശത്തുള്ള കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുകയും ഇന്ത്യയിൽ നിന്ന് കുറവ് ആളുകൾ വിദേശത്ത് പോയി ജോലി ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്തായിട്ട് മാറുന്നത്? നെഗറ്റീവായിട്ട് മാറുകയും ചെയ്യുന്നത്. ഇനി നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ഇതെന്താണത്? ഇറ്റ് ഈസ് ദ ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്ക്ലൂഡിങ് ഡെപ്രീസിയേഷൻ. വാട്ട് ഈസ് ഡെപ്രീസിയേഷൻ? തേയ്മാനം. അതിനെ പറഞ്ഞത് വേറൊരു വാക്കിൽ പറഞ്ഞത് കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയും. നമുക്കറിയാം, നമ്മളൊരു വണ്ടി മേടിക്കുന്നതാണ്, അതിൻ്റെ ഒരു കാലാവധിയുണ്ട്. ഗവൺമെന്റ് പറയുന്നത് 15 വർഷം കഴിയുമ്പോൾ ഇനി രണ്ടാമത് റീ രജിസ്ട്രേഷൻ ചെയ്യാൻ സമ്മതിക്കില്ല, അത് സ്ക്രാപ്പായിട്ട് കളയാൻ വേണം. അപ്പോൾ 15 വർഷം കഴിയുമ്പോൾ നമ്മൾ വേറെ ഒരു വണ്ടി നമുക്ക് മേടിക്കണം, നമ്മൾ വണ്ടി ഉപയോഗിക്കണമെങ്കിൽ മേടിക്കണം. അവനെ പറഞ്ഞത് ഡെപ്രീസിയേഷൻ, വെയർ ആൻഡ് ടെയർ എന്ന് പറയും, കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. അപ്പോൾ ഇനി സിംബോളിക് ആയിട്ട് നമ്മൾ പറയുന്നത് NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു GNP ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡെപ്രീസിയേഷൻ. എന്താണ് ഡെപ്രീസിയേഷൻ എന്ന് പറയുന്നത്? NNPയും GNPയും തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ പറയുന്നത് ഡെപ്രീസിയേഷൻ. ഞാൻ സിംബോളിക് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഡെപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു NNP നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് മൈനസ് GNP അറ്റ് മാർക്കറ്റ് പ്രൈസ്. നാലാമത്തത് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്, NDP നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ്. എപ്പോഴും നിങ്ങൾ എഴുതുമ്പോൾ ആ MP മാർക്കറ്റ് പ്രൈസ് ആണ്, ഫാക്ടർ കോസ്റ്റ് ആണ്, അതെല്ലാം ചെറുതായിട്ട് താഴെ എഴുതണം കേട്ടോ. ഇത് ഇവിടെ മുകളിൽ എഴുതിയിട്ടുണ്ട് NNP അറ്റ് മാർക്കറ്റ് പ്രൈസ്, അതേപോലെ എഴുതണം. അതായത് NDPനെക്കാട്ടും വലുതായിരിക്കരുത് MP. സോ NDP മീൻസ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡൊമസ്റ്റിക്. നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ബൈ ഇറ്റ്സ് നോർമൽ റെസിഡൻസ് ആൻഡ് നോൺ റെസിഡൻസ് ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ ലെസ് ഡെപ്രീസിയേഷൻ. അപ്പൊ ഇവിടെ നോൺ റെസിഡൻസും പിന്നെ നോർമൽ റെസിഡൻസും ഉണ്ട്, നോൺ റെസിഡൻസും ഉണ്ട്. അപ്പൊ അവരെല്ലാം കൂടി മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന എമൗണ്ടിന് മൈനസ് ഡെപ്രീസിയേഷൻ, അതിനു വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കുന്ന ക്യാപിറ്റൽ, അതിനെന്താ പറയുന്നത്? കൺസംഷൻ ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡെപ്രീസിയേഷൻ. അത് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പൊ സിംബോളിക് ആയിട്ട് നമ്മൾ പറയാം നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡെപ്രീസിയേഷൻ. മറ്റൊരു ഫോർമുലയും അതിനകത്തുണ്ട്. ദെൻ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഇനി നമ്മൾ പറയുന്നത് ഫാക്ടർ കോസ്റ്റ് ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ സം ഓഫ് ഓൾ ഡൊമസ്റ്റിക് ഇൻകം ഏൺഡ്, or it is the total incomes earned by all the net domestic factor, net domestic product at factor cost means all the incomes earned by the factors of production. നമുക്കറിയാം there are 4 factors of production. അപ്പോൾ ഈ 4 factors of production earn ചെയ്യുന്ന എമൗണ്ടിനാണ് നമ്മൾ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ വി ടേക്ക് ഇൻ ദ കൺസിഡറേഷൻ the income earned by the 4 factors of production. It can also be calculated by subtracting the net indirect tax. നമുക്കറിയാം പരോക്ഷമായിട്ട് നികുതി ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് ഗവൺമെന്റിന് വരുമാനം കിട്ടും. ഇപ്പോഴത്തെ GST ഫോർ എക്സാമ്പിൾ ഗവൺമെന്റിന് നല്ല വരുമാനം കിട്ടുന്നുണ്ട്, അതൊരു പരോക്ഷമായിട്ടൊരു നികുതിയാണ്. പക്ഷേ അതിന്റെ ബേർഡൻ 10 രൂപ സാധാരണക്കാരനും ഒരു സാധനം മേടിക്കുമ്പോൾ അതിന്റെ GST 10 രൂപയാണെങ്കിൽ കേന്ദ്രത്തിനും 10 രൂപ കൊടുക്കണം അതിന്റെ GST. മനസ്സിലായോ? ആ GST കൊടുക്കുമ്പോൾ സാധാരണക്കാരന് മേടിക്കുന്നത് വലിയവർക്കും എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആണെങ്കിൽ വലിയ ആളുകൾ മേടിക്കുന്നുണ്ട്. ഇപ്പൊ ചില അസുഖങ്ങളുടെ മരുന്നിനൊക്കെ അവർ GST എടുക്കുന്നുണ്ട്. അസുഖം ഇപ്പൊ പിന്നെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല അസുഖങ്ങൾ വരുന്നത്. ഇപ്പൊ ഒരു പാവപ്പെട്ടവൻ മേടിക്കണമെങ്കിൽ ഈ എമൗണ്ട് കൊടുക്കണം, പണക്കാരൻ മേടിക്കണമെങ്കിൽ ഈ എമൗണ്ട് കൊടുക്കണം. അപ്പൊ GST അതുപോലത്തെ ടാക്സസുകൾ കൂടുതലാണെങ്കിൽ അത് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. റിച്ച് ആയിട്ട് ആളുകൾക്ക് അത് ചിലപ്പോൾ ബാധിക്കുമെന്ന് തോന്നുന്നില്ല. സബ്സിഡീസ്. Then NDP at the factor cost is called compensation of employees. എന്താണ് compensation of employees? എന്താണ്? By way of salaries and wages. ദിവസ കൂലിക്കാരുമ്പോൾ അല്ലെങ്കിൽ മാസ കൂലിക്കാരെ അല്ലെങ്കിൽ ആഴ്ചയിൽ കൂലി കിട്ടുന്നവർ അവർക്ക് കൊടുക്കുന്നതാണ് വേജസ് എന്ന് പറയുന്നത്. മാസത്തിൽ കിട്ടുന്നവർക്ക് സാലറീസ് കൊടുക്കും. സോ കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് പ്ലസ് ഓപ്പറേറ്റിംഗ് സർപ്ലസ്, അതുപോലെ തന്നെ പ്ലസ്
മിക്സഡ് ഇൻകം. നിങ്ങൾക്കറിയാം എന്താണ് പറഞ്ഞത് മിക്സഡ് ഇൻകം. ഞാനിവിടെ പറഞ്ഞുതരാം എന്താണ് മിക്സഡ് ഇൻകം. ഓപ്പറേറ്റിംഗ് സർപ്ലസ് പിന്നീട് ഞാൻ പറഞ്ഞുതരാം. മിക്സഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ചില ആളുകളുണ്ട്, പ്രത്യേകിച്ച് പ്രൊഫഷണൽസ് ലൈക്ക് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ലോയേഴ്സ്, അവർക്കൊക്കെ പല മാർഗങ്ങളിൽ നിന്ന് പണം കിട്ടും. അത് സാലറി ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കൺസൾട്ടേഷൻ കൊണ്ട് കിട്ടുന്ന വരുമാനമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പ്രൈവറ്റ് പ്രാക്ടീസ് കൊണ്ട് കിട്ടുന്ന വരുമാനമായിരിക്കാം. അപ്പോൾ അവർ ഏത് ഇനത്തിൽ കൂടി ഇത് കണക്കാക്കും. അതുപോട്ടെ, ഞാനൊരു നിസ്സാര ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ചിലപ്പോൾ ഒരു പലചരക്ക് കച്ചവടം ഉണ്ടാവും. അത് വീടിനോടനുബന്ധിച്ച് ഒരു ചാർട്ട് എടുക്കും. അവിടെ തന്നെ അയാൾ തന്നെ അവിടെ പോയി അയാളുടെ വീട്, അയാളുടെ സ്ഥലം അയാൾ തന്നെ മുതൽ മുടക്കും. അദ്ദേഹം തന്നെ പോയി വിപണിയിൽ പോയി സാധനങ്ങൾ മേടിക്കും, കടയിൽ കൊണ്ടുവന്ന് വെക്കും, ഇദ്ദേഹം തന്നെ വെക്കുകയും ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ദിവസത്തെ വരുമാനം എങ്ങനെ കണക്കാക്കും? അദ്ദേഹം ചെലവാക്കിയ അദ്ദേഹത്തിന്റെ സ്ഥലം ഉപയോഗിച്ചതിന്റെ വാടകയായിട്ട് കണക്കാക്കണോ? അല്ലെങ്കിൽ അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് മുതൽ മുടക്കിയതിന്റെ ഇൻട്രസ്റ്റ് ആയിട്ട് കണക്കാക്കണോ? അല്ലെങ്കിൽ അദ്ദേഹം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ജോലി ചെയ്ത് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ നിൽക്കുന്നതിന്റെ വേജസ് ആയിട്ട് കണക്കാക്കണം. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ വരുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി എടുത്തുകൊണ്ട് അവർക്ക് എല്ലാ വരുമാനത്തിനും കൂടി ഒരു കോമൺ പേര് കൊടുക്കും. അതിനെ പറഞ്ഞത് എന്താണ് മിക്സഡ് ഇൻകം എന്ന് പറയുന്നത്. സോ NDP at a factor cost is equal to compensation of employees plus operating surplus plus mixed income. അല്ലെങ്കിൽ പല പല ഇതുപോലെ തന്നെ സിംബോളിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. NDP at a factor cost is equal to NDP at market price minus net indirect tax. അല്ലെങ്കിൽ അടുത്ത ഇത് പറഞ്ഞിട്ടുണ്ട്. Then gross domestic product at a factor cost, GDP at FC factor cost. ഇവിടെയും ഇത് പറഞ്ഞത് ഇറ്റ് ഈസ് ദ സം ഓഫ് ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. ആ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് വരുമ്പോൾ ഫൈനൽ ഗുഡ്സ് അല്ലേ നമ്മൾ ആ ഫൈനൽ എന്ന് പറഞ്ഞ കാര്യം അവിടെ ചേർക്കുന്നില്ല. ഇറ്റ് ഈസ് ദ സം ഓഫ് ദ നെറ്റ് വാല്യൂ ആഡഡ് ബൈ ഓൾ ദ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഡ്യൂറിംഗ് എ ഫൈനാൻഷ്യൽ ഇയർ. വാട്ട് ഇസ് നെറ്റ് വാല്യൂ ആഡഡ്? വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ നിങ്ങൾ പറയുക എടുക്കുന്നു മേടിക്കുക. ആ നൂല് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി ആ പഞ്ഞ് ഉപയോഗിച്ചിട്ട് നൂല് ഉൽപ്പാദിപ്പിച്ചിട്ട് തുണി ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ കൊണ്ട് കൊടുക്കണേ, ലെറ്റസ് 1000 രൂപ കൊടുക്കണേ. അപ്പൊ 500 + 1000 പക്ഷെ 500 + 1000 കണക്കാക്കരുത്. കാരണം എന്തുമാത്രമാണ് അദ്ദേഹം വാല്യൂ ആഡ് ചെയ്തിരിക്കുന്നത്? ഈ 500 രൂപയുടെ പഞ്ഞിയിലേക്ക് അദ്ദേഹം ആഡ് ചെയ്തിരിക്കുന്ന വാല്യൂ, മൂല്യം ആഡ് ചെയ്തിരിക്കുന്നത് വെറും 500 രൂപയാണ്. അതുകൊണ്ടാണ് 1000 രൂപയെന്ന് പറയുന്നത്. ലെറ്റസ് 1000 രൂപയാണ് 800 രൂപ എടുക്കുക. അപ്പൊ മനസ്സിലാവും. അപ്പൊ 300 രൂപയുടെ വാല്യൂ ആണ് അദ്ദേഹം ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇദ്ദേഹം കൊണ്ടുപോയിട്ട് ഒരു തുണി ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്ക് കൊണ്ടുപോയിട്ട് ഇത് 800 രൂപയുടെ 800 രൂപ ഇത് കൊണ്ടുപോയിട്ട് നൂല് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിക്കാരൻ തുണി ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി കൊണ്ടുപോയിട്ട് 800 രൂപക്ക് കൊടുക്കുന്നതാണ്. അപ്പൊ 300 രൂപ മാത്രമേ അദ്ദേഹം ഈ നൂല് ഉൽപ്പാദിപ്പിക്കുന്ന ആള് 300 രൂപ മാത്രമേ ജനറേറ്റ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം തുണി ഉൽപ്പാദിപ്പിച്ചിട്ട് അദ്ദേഹം ഒരു 2000 രൂപക്ക് വിൽക്കണം വെച്ചോ. അപ്പൊ വാല്യൂ ആഡ് ചെയ്തിരിക്കുന്നത് 800 + 1200. ഇത്രയും കൂട്ടരുത്. അപ്പൊ 300 പ്ലസ് അല്ലേ, ആ 300 കത്തുണ്ട്. അതിനകത്തുനിന്ന് 300 രൂപക്കകത്തുനിന്ന് അദ്ദേഹം 1200 രൂപക്കകത്തുനിന്ന് 800 രൂപ അദ്ദേഹം മുതൽ മുടക്കിയിട്ടുണ്ട്. ബാക്കി 400 രൂപ മാത്രമേ അദ്ദേഹത്തിന്റെ വാല്യൂ അഡീഷൻ ഉള്ളൂ. അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലും നമ്മൾ ദേശീയ വരുമാനത്തിൽ നമ്മൾ ഓരോ ഘട്ടത്തിലും അവരുടെ വരുമാനം നമ്മൾ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ബ്ലറപ്പ് ചെയ്യും. അപ്പൊ അത് ഡബിൾ കൗണ്ടിങ് ആയിട്ട് വരികയും ചെയ്യും. അപ്പൊ ഗ്രോസ് ഡൊമസ്റ്റിക് it can be calculated by subtracting so GDP at a factor cost is equal to GDP at a market price minus indirect taxes plus subsidies. Then GNP at a factor cost. It is defined as all the final goods and services measured at a factor cost produced in an economy by normal residents of a country in a financial year. Symbolic ആയിട്ട് പറയുകയാണെങ്കിൽ GNP at a factor cost is equal to GDP at a market price minus indirect taxes plus subsidies നമ്മൾ കണക്കാക്കിയും കൂടെ. ഇത് രണ്ടും കൂടെ ഇൻഡയറക്ട് ടാക്സ് കുറക്കണം. കാരണം എന്തുണ്ടെങ്കിൽ ഇൻഡയറക്ട് ടാക്സ് ഒരു നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിൽ നിന്ന് നമ്മൾ ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തം നമ്മുടെ 100 രൂപയുടെ സാധനം കൊടുക്കുമ്പോൾ നമ്മൾ 8 രൂപ ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വരുമാനം യഥാർത്ഥത്തിൽ 92 രൂപയിൽ 100 രൂപയായിട്ട് കണക്കാക്കരുത്.
What we get is only 92. The rest is given as indirect taxes. പക്ഷെ അതിനകത്തുകൂടി നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന സബ്സിഡി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. സബ്സിഡി ഇല്ലാന്ന് വെച്ചെങ്കിൽ നമ്മൾക്ക് അത്രയും എമൗണ്ട് നമ്മൾക്ക് കിട്ടിയാനേ, പക്ഷെ ആ സബ്സിഡിയും കൂടി അതിനകത്ത് കുറയ്ക്കാൻ വേണം, കൂട്ടിയാൻ വേണം. Then residents of a country tax subsidies. അടുത്തത് gross domestic product at basic prices. It is the sum of the value of all goods and services produced within the boundaries of a country. GDP, gross domestic product, minus taxes and subsidies on imports. Then measurement of the related aggregates. ആദ്യമായിട്ട് നമ്മൾ പ്രൈവറ്റ് ഇൻകം. പ്രൈവറ്റ് ഇൻകം എന്ന് പറയാം ഗവൺമെന്റായിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു കണക്ഷൻ ഇല്ല. ഇത് ടോട്ടൽ ഇൻകം ഓഫ് ദ ഫാക്ടേഴ്സ് from all the sources and current transfers from the government and the rest of the world accruing to the private sector. ഗവൺമെന്റിൽ നിന്ന് കിട്ടാവുന്നത്, ഗവൺമെന്റിൽ നിന്ന് ട്രാൻസ്ഫേഴ്സ് കിട്ടാവുന്നത്, പെൻഷൻ അതൊക്കെ കിട്ടാവുന്നത്, പിന്നെ അദ്ദേഹത്തിന്റെ കീഴിലുള്ള എന്തെല്ലാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ ലാൻഡ് ഉണ്ടാവും, ലേബർ ഉണ്ടാവും, ക്യാപിറ്റൽ ഉണ്ടാവും, സ്കിൽ ഉണ്ടാവും. അതെല്ലാം കൂടി കൂട്ടിയതാണ് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ഇൻകം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ഇൻകം ഫ്രം ഓൾ സോഴ്സസ്. ഒരു സ്വകാര്യ വ്യക്തിക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കിട്ടുന്ന ഏതെല്ലാം വകുപ്പിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടോ, ഫാക്ടറി ഇൻകംസ്, ട്രാൻസ്ഫർ ഇൻകം, ഞാൻ പറഞ്ഞതല്ല ട്രാൻസ്ഫർ ഇൻകം ഓർക്കുന്നുണ്ട, പെൻഷൻ, അൺഎംപ്ലോയ്മെന്റ് പെൻഷൻ, മെഡിക്കൽ റിലീഫ് received by the private sector. It also includes net factory income from abroad and interest on national debt. നമ്മുടെ ഗവൺമെന്റിന് നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഗവൺമെന്റ് ബോർഡ് എടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ഇൻട്രസ്റ്റ് കിട്ടും. അതും ആ വ്യക്തിയുടെ സ്വകാര്യ വരുമാനമായിട്ട് തന്നെ കണക്കാക്കണം. സോ പ്രൈവറ്റ് ഇൻകം ഈസ് ഈക്വൽ ടു net domestic product at factor cost accruing to a private sector plus net factory income from abroad plus net transfer payments from the government, then net current transfer payments from the rest of the world. മറ്റു രാജ്യങ്ങളിൽ ഇപ്പോഴുണ്ട് നമ്മുടെ ഈ മാഹിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പണ്ട് ഫ്രഞ്ച് ഗവൺമെന്റിന് സേവിച്ച കുറെ പഴയ വയസ്സായിട്ടുള്ള ഡിഫൻസുകാരൊക്കെ ഉണ്ട്. അവർക്ക് ഇപ്പോഴും ഫ്രഞ്ച് ഗവൺമെന്റ് അവർക്ക് ഈ ട്രാൻസ്ഫർ പേയ്മെന്റ്സ് പെൻഷൻ എല്ലാം അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ പേഴ്സണൽ ഇൻകം, ഒരാൾക്ക് കിട്ടുന്ന വരുമാനം. ഇൻകം ഓഫ് ഈസ് പേഴ്സണൽ ഇൻകം ഈസ് ദ സം ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് ഇൻകം റിസീവ്ഡ് by the individuals from all sources in the form of current transfer payments and factor income. ഒരാൾക്ക് ഒരു പേഴ്സണലായിട്ട് അയാൾക്ക് കിട്ടുന്ന എല്ലാ സോഴ്സിൽ നിന്നുള്ള വരുമാനം. അപ്പൊ ഫാക്ടർ ഇൻകം ഉണ്ട്, ട്രാൻസ്ഫർ ഇൻകം ഉണ്ട്. ഫാക്ടർ ഇൻകം മീൻസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നിന്ന് കിട്ടുന്ന ഇൻകം, അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഇൻകം മീൻസ്. സോ പക്ഷെ ഇവിടെ കോർപ്പറേറ്റ് ടാക്സ് ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. അതുപോലെ തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ് മീൻസ് ചെലവാക്കാത്ത പണം. അതിന് പറഞ്ഞത് റീറ്റേൺഡ് ഏർണിങ്സ് ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. അപ്പൊ പേഴ്സണൽ ഇൻകം ഈസ് ഈക്വൽ ടു പ്രൈവറ്റ് ഇൻകം. നമ്മൾ പറഞ്ഞ കോർപ്പറേഷൻ ടാക്സ് ഉൾപ്പെടുന്നില്ല. അൺഡിസ്ട്രിബ്യൂട്ടഡ്, അതായത് റീറ്റേൺഡ് ഏർണിങ്സിന് നമ്മൾ പറഞ്ഞത് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞത്. നമ്മൾക്കറിയാം ഒരു കമ്പനിക്ക് കിട്ടുന്ന എല്ലാ ലാഭവും അതാത് വർഷം തന്നെ ഈ ഡിവിഡൻഡ് ആയിട്ട് ലാഭത്തിന്റെ വിഹിതമായിട്ട് കൊടുക്കൂല, കുറച്ച് റിസർവ് ആയിട്ട് വെക്കും. അതിനെ പറഞ്ഞ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് കുറച്ച് റിസർവ് ആയിട്ട് കൈവശം വെക്കും. കാരണം അടുത്ത വർഷം ലാഭമില്ലെങ്കിൽ ഈ ലാഭം കിട്ടിയപ്പോൾ വിധിച്ചു കൊടുത്ത ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു ചോദിച്ചാൽ അവർ കൊടുക്കൂല. അപ്പൊ കുറച്ച് അവർ മാറ്റി വെക്കും, റിസർവ് ആയിട്ട് വെക്കും. ദാറ്റ് എമൗണ്ട് വിച്ച് ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ്, അതാണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ്. ട്രാൻസ്ഫർ പേയ്മെന്റ്സ് എനിക്കറിയാം. ഇനി പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം ഓർ ഡിസ്പോസിബിൾ, ഇതാണ് ഒരാൾക്ക് കിട്ടുന്ന യഥാർത്ഥത്തിൽ ഒരാൾക്ക് ഏത് കമ്പനിയിലാണ് അത് എവിടെയാണ് ജോലി ചെയ്യുന്നത് അയാളുടെ ശമ്പളം വളരെ കൂടുതലായിരിക്കും. ബട്ട് ദ ടേക്ക് ഹോം സാലറി അതാണ് അയാളുടെ ഡിസ്പോസിബിൾ ഇൻകം. ഡിസ്പോസിബിൾ ഇൻകം മീൻസ് ദി എമൗണ്ട് ദാറ്റ് ഈസ് ലെഫ്റ്റ് വിത്ത് ദാറ്റ് ഇൻഡിവിജ്വൽ ടു സ്പെൻഡ്. അപ്പൊ എന്താണത്? It is defined as the income after taxes. The government നമുക്ക് ടാക്സ് കൊടുക്കണം, ചിലപ്പോൾ ഫൈൻസ് അടക്കേണ്ടി വരും, പെനാൽറ്റി അടക്കേണ്ടി വരും. Income remaining with the individuals after deduction of all taxes. So disposable income means personal income minus direct tax. Then miscellaneous receipts of the government administrative department. ചിലപ്പോൾ നമ്മൾ ഫീസ് കൊടുക്കേണ്ടി വരും, വാട്ടർ ചാർജ് കൊടുക്കണം, കറണ്ട് ചാർജ് കൊടുക്കണം, അല്ലേ? പിന്നെ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് തിരിച്ചൊന്നും നമുക്ക് കിട്ടൂല, കമ്പൽസറി പേയ്മെന്റ് നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കണം. അതിനകത്ത് ഗവൺമെന്റ് നമുക്ക് നേരിട്ടൊന്നും തരൂല.
നമ്മുടെ അടുത്തൊക്കെ ടാക്സ് കളക്ട് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മുടെ ആ വഴിയിൽ ചിലപ്പോൾ ഒരു സ്ട്രീറ്റ് ലൈറ്റ് കൊണ്ടുവന്ന് വെക്കും, അല്ലെങ്കിൽ ഒരു പബ്ലിക് ടാപ്പ് കൊണ്ടുവന്ന് വെക്കും. ആ പബ്ലിക് ടാപ്പിൽ നിന്ന് ടാക്സ് കൊടുക്കുന്നതായിട്ടുള്ള നിങ്ങൾ മാത്രമല്ല, എനിക്ക് ടാക്സ് കൊടുക്കാത്ത എനിക്കും ആ പബ്ലിക് ടാപ്പിൽ നിന്ന് വെള്ളമെടുക്കാനായിട്ടുള്ള അവകാശമുണ്ട്. ഓക്കെ, മെത്തഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. പ്രധാനമായിട്ട് 3 മെത്തഡുകളാണ് ഉള്ളത്. മനസ്സിലായോ? നാഷണൽ ഇൻകം നമ്മൾ കണക്കാക്കണം. അതായത് ഇറ്റ് ഈസ് എന്താണ്, എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ ഇക്കണോമിക് ആക്ടിവിറ്റി ഏതെല്ലാമാണ് ഒരു പ്രത്യേക സമയത്ത്. And it can be measured in terms of amount on spending on final goods and services. മനസ്സിലായോ? ആളുകളൊക്കെ ഏതെല്ലാം രീതിയിൽ കൂടി ഈ പൈസ ഒരാൾക്ക് കിട്ടുന്ന പേഴ്സണൽ ഇൻകം ഹൗ ഹി സ്പെൻഡ്സ് ഓൺ വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതൊന്ന്. അപ്പൊ എന്തെല്ലാം ഇക്കണോമിക് ആക്ടിവിറ്റീസ് രാജ്യത്തുണ്ട്, ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ എനിക്ക് മേടിക്കാൻ പറ്റുള്ളൂ. So what are the economic activities that are undergoing in a particular year, and it can be measured in terms of the amount of money that is spent on different goods and services. Under this method, the components of GDP, 4 components ഉണ്ട് GDPക്ക്. ഒന്ന് കൺസംഷൻ എക്സ്പെൻഡിച്ചർ C, രണ്ടാമത് പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ I. ഇനിയിപ്പോഴും പറയുന്നില്ല, C എന്ന് പറഞ്ഞാൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്, I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ആണ്. ഇനി വരാൻ പോകുന്നില്ല, ഇതെല്ലാം ഈ ടേംസ് എല്ലാം വരാൻ പോകുന്നു. അതെ. പിന്നെ G മീൻസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. പിന്നെ 4മത്തത് NX മീൻസ് നെറ്റ് ഫോറിൻ എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ നെറ്റ് എക്സ്പോർട്സ്. ഇന്നലെ പറഞ്ഞ നെറ്റ് എക്സ്പോർട്സ് മീൻസ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്സ്. Then there are expenditure incurred by, there are 4 പ്രധാനമായിട്ട് 4 മേഖലകളാണ് പിന്നെ ഈ എക്സ്പെൻഡിച്ചർ നടത്തുന്നത്, കിട്ടുന്ന വരുമാനം നിന്നുണ്ട്. ഒന്ന് ഹൗസ് ഹോൾഡ് സ്പെൻഡ് ചെയ്യും, രണ്ടാമത് ബിസിനസ് യൂണിറ്റ്സുകൾ സ്പെൻഡ് ചെയ്യും, മൂന്നാമത് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യും, നാലാമത് എന്താണ് റെസ്റ്റ് ഓഫ് ദ വേൾഡ്, മറ്റ് രാജ്യങ്ങൾ. നമ്മുടെ ഓപ്പൺ ഇക്കോണമി ആൻഡ് ക്ലോസ്ഡ് ഇക്കോണമി ഇല്ല, മറ്റ് രാജ്യങ്ങളായിട്ട് വ്യാപാര ബന്ധങ്ങളൊക്കെ ഉണ്ട്, മേടിക്കുകയും കൊടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ റെസ്റ്റ് ഓഫ് ദ വേൾഡ് are added together to get the final expenditure of the economy. അപ്പോൾ നമ്മൾ അണ്ടർ ദിസ് ഈ മെത്തഡിൽ കൂടി കോമ്പോണൻസ് ഓഫ് GDP ആർ പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, സ്വകാര്യ വ്യക്തികൾ എന്തോരം കൺസ്യൂം ചെയ്യുന്നുണ്ട്, അതുപോലെ പ്രൈവറ്റ് എന്താണ് പ്രൈവറ്റ് സ്വകാര്യ വ്യക്തികൾ എന്തുമാത്രം നിക്ഷേപം നടത്തുന്നുണ്ട്, ഗവൺമെന്റ് എന്തുമാത്രം നിക്ഷേപം നടത്തുന്നുണ്ട്, എന്തുമാത്രം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നെറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. ഇതുപോലത്തെ 4 പ്രധാനപ്പെട്ട കോമ്പോണൻസ് ആണ് ഇതിനകത്തുള്ളത്, കാൽക്കുലേഷനിലുള്ളത്. എന്തൊക്കെയാണ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ? നമുക്കറിയാം ഹൗസ് ഹോൾഡ് സെക്ടറാണ് പ്രധാനമായിട്ട് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെൻഡിച്ചർ ഓൺ ഇൻകേർഡ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് സോൾഡ് ഇൻ ദ ഫൈനൽ യൂസേഴ്സ് ഡ്യൂറിംഗ് ദ ഫൈനാൻഷ്യൽ ഇയർ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ നമ്മൾ എടുക്കുന്നില്ല, ഞാൻ പ്രത്യേകം പറഞ്ഞു, നാഷണൽ ഇൻകം അല്ലെങ്കിൽ ഇതായിപ്പോവും, ഡിസ്റ്റോർട്ടഡ് ആയിപ്പോവും, നമുക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടില്ല. അപ്പോൾ കൺസംഷൻ മീൻസ് ഇതാണ് പ്രധാനമായിട്ട് ഹൗസ് ഹോൾഡ് സെക്ടേഴ്സ് ആണ് കൺസംഷൻ നടത്തുന്നത്. അപ്പോൾ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഈ ബിസിനസ് യൂണിറ്റ്സുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഫൈനൽ യൂസേഴ്സിന് എന്തുമാത്രം അവർ വിൽപ്പന നടത്തുന്നുവോ, ആ എന്തുമാത്രം സ്വകാര്യ വ്യക്തികൾ ചെലവാക്കുന്നോ, അതാണ് നമ്മൾ പറഞ്ഞത് കൺസംഷൻ എന്നുള്ളത്. ഇനി ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, ആരാണ് പ്രധാനമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്? വ്യക്തികളല്ല, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് അല്ല, കുടുംബങ്ങളല്ല, ഇത് ഗവൺമെന്റ് ബിസിനസ് യൂണിറ്റുകളാണ്. ദാറ്റ് മീൻസ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ബൈ ദ ബിസിനസ് ഫേംസ് ഇൻ ഇൻപുട്സ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. അവർ വിവിധ ഉൽപാദന ഘടകങ്ങൾ മേടിക്കും, റോ മെറ്റീരിയൽസ് മേടിക്കും, മനസ്സിലായോ? പിന്നെ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് മേടിക്കും, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് മേടിക്കും. അതുപോലെ തന്നെ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ അവരുടെ സേവനങ്ങൾ മേടിക്കും. അപ്പോൾ ഇൻപുട്സ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ബിസിനസ് ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ്, റെസിഡൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻവെന്ററി ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് ഇൻവെന്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇൻവെന്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആകാം, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ആകാം, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആകാം. ഇതിനൊക്കെ പറയുന്നത് ഇൻവെന്ററി ഇൻവെസ്റ്റ്മെന്റ്സ്. അത് ഫർദറായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് ചെയ്യുന്നതിനെ പറഞ്ഞാൽ ഇൻവെന്ററീസ് എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ് പ്രൊഡക്ഷൻ ആയിട്ടില്ല, ഇറ്റ് ഈസ് അണ്ടർ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ. അതിനെ പറഞ്ഞത് ഇൻവെന്ററി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി 3മത്തെ ആളാണ് നമ്മൾ പറഞ്ഞത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. നമുക്കറിയാം സ്റ്റേറ്റ് ഗവൺമെന്റുകളും ലോക്കൽ ഗവൺമെന്റുകളും സെൻട്രൽ ഗവൺമെന്റിലൊക്കെ ധാരാളം പൈസ ചെലവാക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ചെലവാക്കുന്നത് ബേസ് സാലറീസ് ടു ദർ എംപ്ലോയീസ്,
പിന്നെ സ്പെൻസ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി. നമുക്കറിയാം നമ്മുടെ കേരള ഗവൺമെൻറ്റുകളെല്ലാം മാസം പിന്നെ 60 വയസ്സ് കഴിഞ്ഞവർക്കും അല്ലെങ്കിൽ വിധവകൾക്കും അല്ലെങ്കിൽ അതുപോലെ ഹാൻഡിക്യാപ്ഡ് ആളുകൾക്കൊക്കെ പല രീതിയിലുള്ള കർഷകർക്ക്, വീടി തൊഴിലാളികൾക്ക്, ബാർബേഴ്സിന് എല്ലാവർക്കും തന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ദാറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. ക്ഷേമ പെൻഷൻ്റെ തോത് കൂടുന്തോറും രാജ്യത്തിൻ്റെ, സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ വികസനവും അതനുസരിച്ച് കുറയും. കാരണം എന്താണ്? ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ചെലവാക്കാനായിട്ട് പൈസ ഇല്ല. മനസ്സിലായോ? സോഷ്യൽ സെക്യൂരിറ്റി എക്സെട്ര. പിന്നെ നെറ്റ് എക്സ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഈസ് ദ എക്സ്പോർട്ട് ഡിഫൈൻഡ് ആസ് ദ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്സിനെ പറഞ്ഞത്. എക്സ്പോർട്ട് കൂടുതലാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, ഇമ്പോർട്ട് കൂടുതലാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കുകയും ചെയ്യും. എക്സ്പോർട്ട് can be seen as spending by foreigners on domestically produced. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ്? ഇന്ത്യയുടെ വസ്തുക്കൾ വിദേശ രാജ്യങ്ങൾ, ഇന്ത്യയുടെ അസറ്റുകൾ വിദേശ രാജ്യങ്ങൾ മേടിക്കണം. വേറെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ്? വിദേശത്തിലെ രാജ്യങ്ങളുടെ ആസ്തികൾ നമ്മുടെ ഇന്ത്യക്കാർ മേടിക്കുന്നു. When the value of exports is greater than the value of imports, net exports are positive and vice versa. അപ്പോൾ എക്സ്പോർട്ട് കൂടുതൽ ഇമ്പോർട്ട് കുറവാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഇമ്പോർട്ട് കൂടുതലും എക്സ്പോർട്ട് കുറവാണെങ്കിൽ അത് പിന്നെ നെറ്റ് എക്സ്പോർട്സ് അത് നെഗറ്റീവ് ആവുകയും ചെയ്യും. ദെൻ പ്രിക്കോഷൻസ്. ഇനി എക്സ്പെൻഡിച്ചർ മെത്തഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കണം. കാരണം നമ്മൾ എന്താണ് ഓൺലി ദ വാല്യൂ ഓഫ്, നമ്മൾ പറഞ്ഞു ഫൈനൽ, ഞാൻ ആദ്യത്തെ സെന്റൻസ് പറഞ്ഞു, ഫൈനൽ ഗുഡ്സിന്റെ വാല്യൂ മാത്രമേ നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡബിൾ അല്ല ട്രിപ്പിൾ കൗണ്ടിങ് ഉണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞെടുത്ത് 4 times ആണ്. പഞ്ഞി ഉൽപ്പാദിപ്പിക്കുന്ന ഫാർമർ, നൂല് ഉൽപ്പാദിപ്പിക്കുന്നവർ, തുണി ഉൽപ്പാദിപ്പിക്കുന്നവർ, റെഡിമെയ്ഡ് ഗാർമെന്റ്സ് ഉണ്ടാക്കുന്നവർ, ഓരോരുത്തരും ഇതുപോലെ തന്നെ അങ്ങോട്ട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു നാഷണൽ ഇൻകത്തിന്റെ കണക്കാണ് നമുക്ക് കിട്ടുന്നത്. ഇനി സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിന്റെ വാല്യൂ നമ്മൾ ഉൾപ്പെടുത്തരുത് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. കാരണം അത് ഏത് വർഷമാണ് അത് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്, ആ വർഷത്തിൽ ഇതിന്റെ വാല്യൂ അതിനകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. നേരെ മറിച്ച് ഇതിനകത്ത് ഇടപെടുന്ന ഏജന്റുമാരുണ്ട്, അവർക്ക് കിട്ടുന്ന കമ്മീഷനും അവർക്ക് കിട്ടുന്ന ബ്രോക്കറേജും ഇതെല്ലാം ദേശീയ വരുമാനത്തിൽ കണക്കാക്കണം. സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിന്റെ വാല്യൂ ഇതിൽ കണക്കാക്കാൻ പാടില്ല. ദെൻ ഇംപ്യൂട്ടർ വാല്യൂ ഓഫ് ഓണർ ഓക്യുപ്പൈഡ്. നമുക്കറിയാം, നമ്മൾ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്, നമ്മൾ റെന്റ് കൊടുക്കണ്ട, നമ്മൾ വാടകയൊന്നും കൊടുക്കണ്ട. പക്ഷെ സ്വന്തം വീട്ടിൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ അതേപോലത്തെ ഒരു വീട് വാടകയ്ക്ക് എടുത്തേച്ചെങ്കിൽ നമ്മൾ വാടക കൊടുക്കണം. അങ്ങനെ പറഞ്ഞത് ഇംപ്യൂട്ടർ മീൻസ് ഓണർ ഓക്യുപ്പൈഡ് ഹൗസിൽ നമ്മൾ എന്തെങ്കിലും ഒരു മൂല്യം നമ്മൾ കണക്കാക്കണം. അങ്ങനെ പറഞ്ഞത് ദാറ്റ് ഈസ് ടു ബി ഇൻക്ലൂഡഡ്. ദെൻ വാല്യൂ ഓഫ് ഓൺ അക്കൗണ്ട് പ്രൊഡക്ഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ഇത് സ്വന്തമായിട്ട് കൺസംഷന് വേണ്ടിയിട്ടോ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ അവർ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ, ഹൗസ് ഹോൾഡ്സ് ഫോർ എക്സാമ്പിൾ ആവശ്യമായ സാധനങ്ങളൊക്കെ അവർ ഉൽപ്പാദിപ്പിക്കണം. വെജിറ്റബിൾസ് ഫോർ എക്സാമ്പിൾ, ദേ ഡോണ്ട് ഗോ ടു ദ മാർക്കറ്റ്. പക്ഷെ വെജിറ്റബിൾസ് ഉൽപ്പാദിപ്പിക്കാതെ അവർ മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിന് പൈസ കൊടുക്കണം. അപ്പോൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഏത് മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വാല്യൂ യഥാർത്ഥത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ അടുത്തതാണ് ഇൻകം മെത്തഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ഉൽപാദന ഘടകങ്ങളുണ്ട്. ആ 4 ഉൽപാദന ഘടകങ്ങൾക്കും കിട്ടുന്ന റെമ്യൂണറേഷൻ എങ്ങനെയാണ്? റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്, ഇത് കൂട്ടിയെടുക്കുക. ഇക്കോണമിയെ പല പല മേഖലകളായിട്ട് തരംതിരിക്കുക, ABCD എന്നൊക്കെ പറഞ്ഞ് തരംതിരിക്കുക. ഇതെല്ലാം ഏതെല്ലാം ആളുകൾ ഏതെല്ലാം മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ടോ അവർക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ യഥാർത്ഥത്തിൽ കൂട്ടുക, അഗ്രിഗേറ്റ് ചെയ്യുക. ഈ തുകയാണ് നമ്മൾ പറയുന്നത് ഇൻകം മെത്തഡ് അനുസരിച്ച് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കാനായിട്ട് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എക്സ്ക്യൂസ് മീ. So income method അനുസരിച്ച് the value of the product is equal to the payments made to the 4 factors of production. നമുക്കറിയാലോ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് which are compensated. അവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. സോ ഈ മെത്തഡ് അനുസരിച്ച് നാഷണൽ ഇൻകം ഈസ് മെഷർഡ് ഇൻ ടേംസ് ഓഫ് പേയ്മെന്റ്സ് മെയ്ഡ് ടു ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എല്ലാ ഉൽപാദന ഘടകങ്ങൾക്കും കൂടി കിട്ടുന്ന തുക മൊത്തമായിട്ട് കൂട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ ദേശീയ വരുമാനം കിട്ടും. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് which is a tax on production and imports less subsidies of production. ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. The income side approach shows that how various factors contribute to the GDP in the production process. അപ്പോൾ നമ്മൾ ഓരോ വിഭാഗത്തിൽ നിന്നും, ലാൻഡിൽ നിന്നും, ലേബറിൽ നിന്നും, ക്യാപിറ്റലിൽ നിന്നും, ഓർഗനൈസേഷനിൽ നിന്നും എന്തുമാത്രം നമ്മൾ ദേശീയ വരുമാനത്തിലേക്ക് കോൺട്രിബ്യൂഷൻ നടത്തുന്നത് നമുക്കറിയാം.
മനസ്സിലായോ? 1947 the contribution of different sectors. അഗ്രികൾച്ചർ ഇത്ര എമൗണ്ട്, ഇൻഡസ്ട്രി ഇത്ര എമൗണ്ട്, സേവന മേഖല ഇത്ര എമൗണ്ട്. ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. ഏത് ലാൻഡാണ് കൂടുതൽ ദേശീയ വരുമാനത്തിലേക്ക് സംഭാവന ചെയ്യുന്നത്, അല്ലെങ്കിൽ തൊഴിലാളികളാണ് കൂടുതൽ സംഭാവന ചെയ്യുന്നത്, അല്ലെങ്കിൽ മൂലധനമാണ് സംഭാവന ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓൺട്രപ്രനോറിയൽ സ്കില്ലാണ് കൂടുതലായിട്ട് സംഭാവന ചെയ്യുന്നത്. ഓരോരുത്തരുടെയും സംഭാവന നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ ടോട്ടൽ റെമ്യൂണറേഷൻ ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻഡ്. നിങ്ങൾക്കറിയാം, തൊഴിലാളികൾക്ക് ചില സമയത്ത് അവർക്ക് കാശും കൊടുക്കും, ചിലപ്പോൾ ഇൻ കൈൻഡ് കൊടുക്കും. എന്താണ് ഇൻ കൈൻഡ് എന്ന് പറഞ്ഞാൽ? അതിനെ പറഞ്ഞ പെർക്സ് എന്ന് പറയും, പെർക്വിസിറ്റ്സ്. പെർക്ക് മീൻസ് മറ്റ് ആനുകൂല്യങ്ങൾ. ക്യാൻറ്റീൻ ഉണ്ടാവും, ചിലപ്പോൾ 10 രൂപ മാത്രം കൊടുത്തേച്ച് മതി ശാപ്പാടിന്. പക്ഷേ കമ്പനി അല്ലെങ്കിൽ കോൺട്രാക്ടർ ചിലപ്പോൾ 100 രൂപയായിരിക്കും ആ ശാപ്പാടിന് ഇത് ചെയ്യുന്നത്. അപ്പൊ പണത്തിന്റെ രൂപത്തിൽ കൂടുതലായിട്ട് ശമ്പളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹ്യൂജ് ടാക്സ് വരും. ആ ടാക്സിന്റെ തോത് കുറക്കാനായിട്ട് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഇട്ട് കൊടുക്കും. അവരുടെ വീടിന് മുമ്പിൽ നിന്ന് വെച്ചാൽ വണ്ടി എടുത്തുകൊണ്ട് പോയിക്കോളും, തിരിച്ചവിടെ കൊണ്ടുവന്നാക്കി തരും. നേരെ മറിച്ച് നിങ്ങൾ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇത്ര രൂപ നിങ്ങൾക്ക് കൂടുതൽ തരുന്നു, ഫുഡിന് വേണ്ടി ഇത്ര രൂപ കൂടുതൽ തരുമ്പോൾ അവരുടെ ടോട്ടൽ ശമ്പളം കൂടുതലായിട്ട് കാണിക്കും. അപ്പോൾ ഹ്യൂജ് എമൗണ്ട് ഓഫ് ടാക്സ്. അപ്പൊ ടാക്സ് കുറച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം. പിന്നെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തൊഴിലാളികൾക്ക് വലിയ അലച്ചിലില്ലാതെ സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചേരാം. നല്ല ഫുഡ് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ പിന്നെ വയറിന് അസുഖമൊന്നും വരികയൊന്നുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടും അവർ മറ്റ് മാനുഷിക കൺസിഡറേഷനിലെ കൂടി ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പെയ്ഡ് ബൈ ദ എംപ്ലോയർ ടു ആൻ എംപ്ലോയി ഫോർ ദ ലേബർ ഡ്യൂറിംഗ് ദ അക്കൗണ്ടിങ് പീരിയഡ്. അപ്പോൾ വേജസ് ആൻഡ് സാലറീസ് ഇൻ ക്യാഷ് ആൻഡ് ഇൻ കൈൻഡ്. ഞാൻ പറഞ്ഞല്ലേ, കാശും കൊടുക്കും, ചിലപ്പോൾ കൈൻഡ് കുറച്ച്. ചിലപ്പോൾ ചില കമ്പനികൾക്ക് അങ്ങോട്ട് 3 ലിറ്റർ പാല് വെച്ച് കൊടുക്കും എല്ലാ ദിവസവും വൈകുന്നേരം. ആ പാലിന്റെ എമൗണ്ട് നിങ്ങൾ ശമ്പളത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത്ര എമൗണ്ട് ശമ്പളത്തിലേക്ക് കയറും. അപ്പോൾ കുറച്ച് അവർക്ക് ശമ്പളമുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഇൻ കൈൻഡ് കൊടുക്കും. ആൻഡ് എംപ്ലോയീസ് സോഷ്യൽ കോൺട്രിബ്യൂഷൻ ഉണ്ട്. എംപ്ലോയീസ് കോമ്പൻസേഷൻ മീൻസ് പിന്നെ PF ഫോർ എക്സാമ്പിൾ, അത് എംപ്ലോയർ പിന്നെ എംപ്ലോയീസ് തൊഴിലാളികൾ എത്ര രൂപയാണ് ഇടുന്നത് അത്രയും തന്നെ എംപ്ലോയർ ഇടും. അതെല്ലാം സോഷ്യൽ കോൺട്രിബ്യൂഷൻ ആണ്. പിന്നെ മെഡിക്കൽ ഫെസിലിറ്റീസ് കൊടുക്കും, മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് കൊടുക്കും. ദെൻ ഗ്രോസ് ഓപ്പറേറ്റിംഗ് സർപ്ലസ് ഞാൻ പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ വാല്യൂ of gross output less the sum of intermediate consumption. It is the value of gross output. മൊത്തം ഉൽപ്പാദനത്തിൽ നിന്ന് ഇന്റർമീഡിയറ്റ് കൺസംഷൻ, ഞാൻ പറഞ്ഞില്ല ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് മൈനസ് ലെസ് കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ്, ലേബർ ആൻഡ് ഇൻകം ഓഫ് ദ സെൽഫ് എംപ്ലോയിഡ്, അത് കൊടുക്കുക. ദെൻ കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ നമുക്കറിയാം, ഇറ്റ് ഈസ് ഡെപ്രിസിയേഷൻ. അപ്പൊ ഗ്രോസ് എന്ന് പറഞ്ഞാൽ റെന്റ്, ഇൻട്രസ്റ്റ് പ്ലസ് റോയൽറ്റി. നമ്മളൊരു ബുക്ക് എഴുതിയാണെങ്കിൽ നമുക്ക് റോയൽറ്റി തരും. ഒരു പാട്ട് നമ്മൾ ഇത് ചെയ്താൽ അത് നമുക്ക് റോയൽറ്റി കിട്ടും. ഒരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം തന്നെ നമുക്ക് റോയൽറ്റി തരും. ഇതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തണം. ദെൻ ഇൻകം ഓഫ് ദ സെൽഫ് എംപ്ലോയിഡ് ഞാൻ പറഞ്ഞു ആരൊക്കെയാണ് അവർക്ക് കിട്ടുന്ന മിക്സഡ് ഇൻകം. അതിനെക്കുറിച്ച് ഇനി പറയേണ്ട ആവശ്യമില്ല. ഇത് ഇൻകം ഓഫ് എ പ്രൊപ്രൈറ്റർ. അത് വരുമാനത്തിൻ്റെ ഇൻട്രസ്റ്റ് ആണോ, അല്ലെങ്കിൽ പിന്നെ റെന്റ് ആണോ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണോ, അല്ലെങ്കിൽ വേജസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ മിക്സഡ് ഇൻകം എന്നുള്ള ഒരു വാക്ക് നമ്മൾ കൊടുക്കുകയും ചെയ്യും. ദെൻ ടാക്സസ് ഓൺ പ്രൊഡക്ഷൻ ആൻഡ് ഇമ്പോർട്ട്സ് ലെസ് സബ്സിഡീസ് ഓൺ പ്രൊഡക്ഷൻ. ടാക്സസ് ഓൺ പ്രൊഡക്ഷൻ നിങ്ങൾക്കറിയാമല്ലോ, ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ടാക്സ് കൊടുക്കണം. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞാൽ GST കൊടുക്കണം. അതിപ്പോൾ ഇത്ര റേറ്റ് ആണെന്ന് കണ്ടുക്കണം. ആർക്കും ആ GST നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഏത് കച്ചവടക്കാരനും രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം എവിടെ നിന്നാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെ വെച്ച് തന്നെ ഈ ടാക്സ് ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഹോൾസെയിലർ പിന്നെ ഈ ടാക്സ് കൊടുത്തിട്ടാണ് അദ്ദേഹം ഗുഡ്സ് എടുക്കുന്നത്. അത് റീറ്റെയിലേഴ്സിന് കൊടുക്കുമ്പോൾ ആ റീറ്റെയിലേഴ്സിന് കുറച്ച് അദ്ദേഹം ഈടാക്കി. അപ്പൊ ടാക്സ് ഈസ് എ കമ്പൽസറി പേയ്മെന്റ്. കമ്പൽസറി ആണ്, നോൺ റീഫണ്ടബിൾ പേയ്മെന്റ് ആണ്. To and from the general government, the institution in India in respect of production or import of goods and services, the employment of labor, and the ownership or the use of land, building or assets used in the production. Upon taxes on production and imports less subsidies on production. In precautions, income methodly എന്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യരുത്. പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔദാര്യമല്ല, അപ്പോൾ അത് വരുമാനമായിട്ട് കണക്കാക്കരുത്. പെൻഷൻ ഈസ് നോട്ട് ഇൻക്ലൂഡഡ്.
വിൻഫോൾ ഗെയിംസ് ഉണ്ട്. ഈ പ്രാവശ്യം ലോട്ടറി അടിച്ച് മനസ്സിലായോ? ആ ലോട്ടറിയുടെ ഇൻകം നമ്മൾ ദേശീയ വരുമാനത്തിലോട്ട് കണക്കാക്കാൻ പറ്റൂല. അയാളുടെ വരുമാനമായിട്ട് കണക്കാക്കാൻ പറ്റൂല. അപ്പൊ അത് ദേശീയ വരുമാനത്തിലേക്ക് അത് നമ്മൾ ഉൾപ്പെടുത്തരുത്. ദെൻ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഉണ്ട്. കട്ടുണ്ടാക്കിയോ അല്ലെങ്കിൽ സ്മഗിൾ ചെയ്ത് ഉണ്ടാക്കിയോ ഇങ്ങനത്തെ ഉള്ള വരുമാനങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. ദെൻ സെയിൽ ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിന്റെ വാല്യൂ നമ്മൾ കണക്കാക്കുന്നില്ല. പക്ഷെ നമ്മൾ പറഞ്ഞു കമ്മീഷനും അതുപോലെ ബ്രോക്കറേജും ഇതിനകത്ത് നമുക്ക് ദേശീയ വരുമാനത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. Wealth tax, estate duties, gift tax are paid out of current income and these are excluded from the national income. Then imputed rent നമ്മൾ പറഞ്ഞു അത് ഇൻക്ലൂഡ് ചെയ്യണം. വാല്യൂ ഓഫ് പ്രൊഡക്ഷൻ ഫോർ സെൽഫ് കൺസംഷൻ, സെൽഫ് കൺസംഷന് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സ്വന്തമായിട്ട് കാർഷിക മേഖലയിൽ സ്വന്തമായിട്ട് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വാല്യൂ ഇതിനകത്ത് ഉൾപ്പെടുത്തുകയും കൂടി വേണം. ദെൻ വാല്യൂ ആഡഡ് മെത്തഡ്, ഇതാണ് മൂന്നാമത്തെ മെത്തഡ്. This method is known as output method എന്ന് പറയും, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മെത്തഡ് എന്ന് പറയും. It is the contribution made by each producing enterprise in the production process in the domestic territory of economy in the financial year. അപ്പൊ ഏതെല്ലാം മേഖലയിൽ ഒരു രാജ്യത്ത് ഏതെല്ലാം ആക്ടിവിറ്റീസ് ഉണ്ട്, അങ്ങനെ ഓരോന്നും എ ഗ്രേഡ്. ആ കാർഷിക മേഖല എ, കാർഷിക മേഖലയിൽ തന്നെ പല പല ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് അത് സബായിട്ട് കൊടുക്കും. 1, 2, 3 കാർഷിക മേഖല അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേഴ്സറി സെക്ടർ. പ്രൈമറി സെക്ടറിൽ പെട്ടതാണ് കൃഷി, അതിനോട് അനുബന്ധമായിട്ട് മേഖലകൾ. ഇതൊക്കെ ഓരോ കാറ്റഗറി കൊടുക്കും. എന്നിട്ട് അവിടെ ഓരോരുത്തരുടെയും വാല്യൂ ആഡഡ് എന്താണെന്ന് അവർ കണ്ടുപിടിക്കും. ആ വാല്യൂ ആഡഡ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ പ്രൈമറി സെക്ടറിലുള്ള വാല്യൂ ആഡഡ് കിട്ടി. ഇൻഡസ്ട്രിയിൽ ചെറുകിട വ്യവസായമുണ്ട്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, പിന്നെ വൻകിട വ്യവസായങ്ങളുണ്ട്, മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ് ഉണ്ട്, കുടിൽ വ്യവസായങ്ങളുണ്ട്. ഇവിടെ എല്ലാം ഇതുപോലെ തന്നെ ഓരോ ഇൻഡസ്ട്രീസിനും എന്തുമാത്രമാണ് ഓരോരുത്തരും ആഡ് ചെയ്തിരിക്കുന്ന വാല്യൂ അത് മൊത്തത്തിൽ കൂട്ടിയെടുക്കും. ആ മൊത്തത്തിൽ കൂട്ടിയെടുക്കുന്നത് ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടറിന്റെ വരുമാനം വാല്യൂ ആയിട്ട് മാറും. അതുപോലെ തന്നെ സർവീസ് മേഖലയിലും ഓരോ മേഖലയിലും എന്തുമാത്രം വാല്യൂ ആഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കൂടി കൂട്ടും. എന്നതിന് ശേഷം പ്രൈമറി സെക്ടറിലെയും സെക്കൻഡറി സെക്ടറിലെയും ടേഴ്സറി സെക്ടറിലെയും കൂടിയുള്ള വാല്യൂ ആഡഡ് കൂട്ടും. അങ്ങനെ കൂട്ടി കിട്ടുന്ന മൊത്തം തുകയാണ് നമ്മൾ പറയുന്നത് എന്താണ് പറയുന്നത് വാല്യൂ ആഡഡ് മെത്തഡ് എന്ന് പറയുന്നത്. അണ്ടർ ദിസ് മെത്തഡ് വി അഗ്രഗേറ്റ്, കണ്ടോ അതാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്ന കാര്യം ഇതാണ്. അണ്ടർ ദിസ് മെത്തഡ് വി അഗ്രഗേറ്റ് ദ വാല്യൂ ആഡഡ് ബൈ വേരിയസ് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ് ആൻഡ് സർവീസസ് ഗുഡ് to get a GDP at a market price. Each firm's value added is the value of output minus the value of intermediate goods purchased from other firms. ഓരോ ഫേമിന്റെയും വാല്യൂ ആഡഡ് എന്താണ്? വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് മറ്റ് കമ്പനികളിൽ നിന്ന് റോ മെറ്റീരിയൽസ് ആയിട്ടോ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആയിട്ടോ മേടിച്ചിരിക്കുന്നത്. അപ്പൊ മൊത്തം ഉൽപ്പന്നത്തിൽ നിന്ന് റോ മെറ്റീരിയൽസിന്റെയും സെമി ഫിനിഷ്ഡ് ഗുഡ്സിന്റെയും വാല്യൂ കുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. Then estimation of value added. The term value added, it is the addition to the value by production unit to intermediate inputs used in production. അതാണ് വാല്യൂ ആഡ്. ഇന്റർമീഡിയറ്റ് യൂട്ട്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് നമ്മളൊരു ഷേപ്പ് കൊടുക്കും. കാട്ടി കിടക്കുന്ന മരം ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് കസേരയാക്കും, മേശയാക്കും. അപ്പോഴാണ് ഒരു വാല്യൂ വരുന്നത്. അപ്പൊ കാട്ടി കിടക്കുന്ന മരത്തിന് വലിയ വാല്യൂ ഒന്നുമില്ല. ഇവിടെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ വാല്യൂ ക്രിയേറ്റ് ചെയ്ത്, അതേ പറഞ്ഞാൽ വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെയും പ്രിക്കോഷൻസ് ഉണ്ട്. വാല്യൂ ആഡഡിനകത്ത് പ്രിക്കോഷൻസ് ഉണ്ട്. ഓൺലി ഫാക്ടറി ഇൻകംസ് വിച്ച് ആർ ഏൺഡ് ബൈ റെൻഡറിങ് പ്രൊഡക്റ്റീവ് സർവീസസ്, ട്രാൻസ്ഫർ ഇൻകം ഇൻക്ലൂഡ് ചെയ്യരുത്. പ്രൊഡക്റ്റീവ് സർവീസസിൽ കൂടി ജനറേറ്റ് ചെയ്യുന്ന വാല്യൂ ആഡഡ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻകം ഇല്ലീഗൽ ആക്ടിവിറ്റീസിന്റെ അത് ഉൾപ്പെടുത്താൻ പാടില്ല. ദെൻ ദി ഇൻകം ഏൺഡ് ത്രൂ സെയിൽ ആൻഡ് പർച്ചേസ്, ഇവിടെ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിന്റെ ഇത് ഉൾപ്പെടുത്താൻ പാടില്ല. ബ്രോക്കറേജസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. ദെൻ ഇംപ്യൂട്ടഡ് റെന്റ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ വാല്യൂ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സെൽഫ് കൺസംഷൻ അത് ഇൻക്ലൂഡ് ചെയ്യണം. സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുത്ത് സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന അതിന്റെ മൂല്യം നമ്മൾ ഉൽപ്പാദിപ്പിക്കണം. നമുക്കറിയാം ഫാർമർ, ഞാൻ ഉദാഹരണം പറഞ്ഞു, അദ്ദേഹം ഉൽപ്പാദിപ്പിക്കണം. മത്തങ്ങ ഉൽപ്പാദിപ്പിച്ചാലും ചേന ഉൽപ്പാദിപ്പിച്ചാലും ഒരു ചേന മാറ്റി വെക്കും, ഒരു മത്തങ്ങ മാറ്റി വെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട്. അത് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് അതിനൊരു വാല്യൂ വീഴും. അപ്പൊ അതും കൂടെ കണക്കാക്കണം. ദെൻ ഹൗസ് ഹോൾഡ് വർക്ക്, ഫാമിലി മെമ്പേഴ്സ്, നമുക്കറിയാമല്ലോ അമ്മയും നമ്മുടെ ചേച്ചിമാരും അനിയത്തിമാരൊക്കെ നമ്മൾക്ക് ഇഷ്ടം പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ഒക്കെ ഇഷ്ടം പോലെ ജോലികളാണ് എല്ലാവരും കൂടെ ചെയ്യുന്ന ജോലികൾ ചെയ്യണം. ദേ ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ നാഷണൽ ഇൻകം. എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യുന്നു. ടേക്ക് ദ കേസ് ഓഫ് എ ഹൗസ് വൈഫ്. ഷീ ഗെറ്റ്സ് അപ്പ് ഏർലി മോർണിംഗ്,
When she goes to bed, she is the person to get up first. She is the person to go to bed last. The meantime, she is working throughout. No complaints, whatever. The children, she is waiting for the children. And they come back from the schools. They are well fed with different varieties of food. ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ ഇതൊന്നും ഇവരുടെ സേവനമൊന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. Then measures to estimate the saving and wealth. നമുക്കറിയാം സേവിങ്ങും വെൽത്തും നേരത്തെ പോണം, കാരണം തീരുന്നില്ല അല്ലെങ്കിൽ. So saving and wealth are closely related with each other. Saving, wealth. കാരണം they are not, പക്ഷെ അവർ ഒന്നല്ല, ഒരേപോലത്തെ അല്ല. കാരണം സേവിങ് എന്താണ് സേവിങ് എന്ന്? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇൻകം വിച്ച് ഈസ് നോട്ട് സ്പെൻഡ് ഓർ കൺസ്യൂംഡ്. 10 രൂപ എനിക്ക് വരുമാനം കിട്ടി, 8 രൂപ ഞാൻ ചെലവാക്കുന്നു, 2 രൂപ ഞാൻ മിച്ചം വെക്കുന്നു. എന്താണ് ആ ചെലവാക്കാത്ത തുകയാണ് എൻ്റെ മിച്ചം അല്ലെങ്കിൽ സേവിങ്സ് എന്ന് പറയുന്നത്. വെൻ വി ഡിവൈഡ് ടോട്ടൽ സേവിങ്, ഒരു രാജ്യത്തിന്റെ മൊത്തം സേവിങ്ങിന് നമ്മൾ ആ രാജ്യത്തിന്റെ ദേശീയ വരുമാനം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നതാണ് എന്താണ് ആ രാജ്യത്തിന്റെ സേവിങ് റേഷ്യോ എന്ന് പറയുന്നത്. സേവിങ് ടേക്സ് ഇൻ ദ ഫോം ഓഫ് അക്യുമുലേഷൻ ഓഫ് അസറ്റ്സ് ഓർ റിഡക്ഷൻ ഓഫ് ഇൻ ലയബിലിറ്റീസ്. സേവിങ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമ്മൾ അസറ്റുകൾ അക്യുമുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ലയബിലിറ്റീസ് അതനുസരിച്ച് കുറച്ച് കൊണ്ടുവരും. Therefore, സേവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും മിച്ചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് an addition to wealth. Then private saving, and it is the saving by the private sector. Private saving is a private disposable income minus consumption. Private saving means നമ്മൾ ഒരാളുടെ കൈവശം ടേക്ക് ഹോം സാലറിയാണ്. ആ ടേക്ക് ഹോം സാലറിയിൽ നിന്ന് പിന്നെ അദ്ദേഹം പിന്നെ കുറച്ച് ബാക്കി വെക്കണം. ആ സേവിങ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രൈവറ്റ് സേവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് സിംബോളിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രൈവറ്റ് ഡിസ്പോസിബിൾ ഇൻകം മൈനസ് കൺസംഷൻ. Then private saving ratio is private saving divided by private disposable income. ഇനി ഗവൺമെന്റ് സേവിങ് ഉണ്ട്. ഗവൺമെന്റ് അതുപോലെ ഇറ്റ് ഈസ് ദ നെറ്റ് ഗവൺമെന്റ് ഓർ ബഡ്ജറ്റ് സർപ്ലസ്. മിച്ചം ബഡ്ജറ്റ് ആണെങ്കിൽ ഗവൺമെന്റ് ആ വർഷത്തെ സേവിങ്സ് ആണ്. ഇറ്റ് ഈസ് ദ ഗവൺമെന്റ് ഇൻകം മൈനസ് ഗവൺമെന്റ് പർച്ചേസ് ഓഫ്. Government has to purchase a lot of goods and services for the welfare of the society. എന്തുമാത്രം പേനയും പേപ്പറും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പൊ എല്ലാം ഡിജിറ്റൽ ആക്കി വരുന്ന കാരണം ഈ പേനയുടെയും പേപ്പറിനൊക്കെ ഇപ്പൊ ഇച്ചിരി റെസ്റ്റ് ഉണ്ട്, മനസ്സിലായോ? അല്ലെങ്കിൽ ഈ പേപ്പറും അഡ്മിനിസ്ട്രേഷൻ വേണ്ടി ഏതെല്ലാം ഓഫീസസ്, സെക്രട്ടേറിയറ്റും അതുപോലെ തന്നെ കളക്ടറേറ്റ് ഇങ്ങനെയുള്ള ഓഫീസിലൊക്കെ എന്തുമാത്രം പേനയും പേപ്പറൊക്കെ മേടിക്കുന്നത്. അപ്പൊ അതെല്ലാം ഗവൺമെന്റിന്റെ പർച്ചേസസ് ആണ് ഉള്ളത്. സോ government saving means government income minus government purchase of goods and services. ഇനി അടുത്തത് നാഷണൽ സേവിങ്സ്. നാഷണൽ സേവിങ്സ് എന്താണ്? NS, നാഷണൽ സേവിങ്സ് മീൻസ് നാഷണൽ സേവിങ് ഇറ്റ് ഈസ് ദ സേവിങ് ഓഫ് ദ ഇക്കോണമി ആസ് എ ഹോൾ. ഇറ്റ് ഈസ് ദ സം ഓഫ് ദ പ്രൈവറ്റ് സേവിങ് ആൻഡ് ഗവൺമെന്റ്. അപ്പൊ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വ്യക്തികളുടെ മിച്ചം വെക്കലും ഗവൺമെന്റിന്റെ മിച്ചം വെക്കലും കൂടെ കൂടിയാണ് അതായത് എന്താണ് നാഷണൽ സേവിങ്സ്. സോ S is equal to private, S is equal to saving is equal to എന്താണ് പ്രൈവറ്റ് സേവിങ്ങും പ്ലസ് അതുപോലെ തന്നെ ഗവൺമെന്റ് സേവിങ്സും കൂടിയാണ് അതായത് പറഞ്ഞത് നാഷണൽ ഇതാണ്. ദെൻ റിയൽ ആൻഡ് നോമിനൽ GDP. എന്താണ് നോമിനൽ മീൻസ് നാമമാത്രമായിട്ടുള്ള. ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് മോണിറ്ററി നാഷണൽ ഇൻകം എന്നാണ്. മണി ടേംസിൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് കറന്റ് ഇയർ പ്രൈസസ്. ഈ വർഷത്തെ വില അനുസരിച്ച് ദേശീയ വരുമാനം കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ നോമിനൽ GDP എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പുവർ ഇൻഡിക്കേറ്റർ ഓഫ് മെഷറിംഗ്. അത് നമ്മൾ സാധാരണഗതിയിൽ ഇക്കണോമിക് ഗ്രോത്ത് മെഷർ ചെയ്യാൻ കറന്റ് ഇൻകം നമ്മൾ ഉപയോഗിക്കില്ല, പക്ഷെ ബേസ് ഇയർ നോക്കും, എന്നിട്ട് കമ്പാരിസൺ നടത്തും. 2022 ദേശീയ വരുമാനം അക്കോർഡിംഗ് ടു 2000 അല്ലെങ്കിൽ 2000 കണക്കനുസരിച്ച്. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും. ബേസ് ഇയർ എന്നാണ് പറഞ്ഞത്. ബേസ് ഇയർ എന്നാണ്. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കറന്റ് ഇയർ വിത്ത് ദ കറന്റ് ഇയർ പ്രൈസസ്. ഇത് ഇക്കണോമിക് ഗ്രോത്തിന് അവർ ഈ ഒരു മെത്തഡ് അവർ ഉപയോഗിക്കാറില്ല. പിന്നെ റിയൽ GDP ഉണ്ട്. വാട്ട് ഈസ് റിയൽ GDP? It is termed as GDP at a constant prices. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് മെഷേഴ്സ് ദ ആക്ച്വൽ ഗ്രോത്ത് ഓഫ് ദ. അപ്പോൾ GDP, റിയൽ GDP ആണ് ഒരു രാജ്യത്തിന്റെ വളർച്ചയുടെ തോത് എന്ത് മാത്രമാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കറന്റ് ഇയർ വിത്ത് എ ബേസ് ഇയർ പ്രൈസ്. ഇപ്പൊ ബേസ് ഇയർ പ്രൈസ് 2000 എന്തുമാത്രമാണ് ഈ സാധന സേവനങ്ങളുടെ വില, ഇപ്പോൾ എത്ര മാത്രമാണ് സാധന സേവനങ്ങളുടെ വില.
അപ്പം നമ്മുടെ ഗ്രോത്ത് റേറ്റ്, വളർച്ചയുടെ തോത് ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇൻക്രീസ് ഇൻ റിയൽ GDP മീൻസ് ഓവർ ടൈം ഇൻഡിക്കേറ്റ്സ് ഇംപ്രൂവ്മെന്റ് ഇൻ പെർഫോമൻസ് ഓഫ് ദി ഇക്കോണമി. അപ്പോൾ ഇത് ചേഞ്ചസ് ഇൻ ക്വാളിറ്റീസ് ഓൾസോ. അപ്പോൾ റിയൽ GDPയിൽ വർധനമുണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം രാജ്യത്തിന്റെ പെർഫോമൻസിന് എന്തുമാത്രം ഇംപ്രൂവ്മെന്റ് ഉണ്ടായെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. GDP അറ്റ് കോൺസ്റ്റന്റ് പ്രൈസസ്. അപ്പൊ GDP അറ്റാണ്, അതായത് എല്ലാം കൂടെ ഒന്നിച്ച് പോയത്. GDP അറ്റ് കറന്റ് പ്രൈസസ് ഇൻറ്റു ബേസ് ഇയർ പ്രൈസ് ഡിവൈഡഡ് ബൈ പ്രൈസ് ഇൻഡെക്സ് ഓഫ് കറന്റ് ഇയർ. ബുക്കിനകത്തുണ്ട് GDP അറ്റ് കോൺസ്റ്റന്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു GDP അറ്റ് കറന്റ് പ്രൈസസ് ഇൻറ്റു ബേസ് ഇയർ ഇൻഡെക്സ് ആൻഡ് ഡിവൈഡഡ് ബൈ പ്രൈസ് ഇൻഡെക്സ് ടു കറന്റ് year. അപ്പോൾ വേർ ബേസ് ഇയർ പ്രൈസ് ഇൻഡെക്സ് ഓഫ് ബേസ് ഇയർ ഈസ് ഓൾവേസ് ടേക്കൺ ആസ് 100. അവിടെ 100 അവർ കണക്കാക്കിക്കുന്നത്. മനസ്സിലായോ? എപ്പോഴും ബേസ് ഇയറിന്റെ പ്രൈസ് 100 ആക്കി എടുത്തിട്ടാണ് പിന്നെ മറ്റ് അതാത് വർഷങ്ങളിലേക്ക് ഓരോ സാധനങ്ങളുടെ സേവനങ്ങളുടെയൊക്കെ പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നത്. ഇനി എന്താണ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഫ്ലേഷന്റെ തോത് എങ്ങനെയാണ്, ഡിഫ്ലേഷന്റെ തോത് എങ്ങനെയാണ്? There is a basket of goods which are actually included. എല്ലാ സാധന സേവനങ്ങളും അവർ നിലവിലെടുക്കില്ല. There is a basket of goods in which there are a lot of goods and services. അത് പ്രധാനമായിട്ട് നെസസിറ്റി എണ്ണം, കംഫർട്ട്സ് എണ്ണം, ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, ഇതെല്ലാമാണ് ബേസിക് ആയിട്ട് ഗുഡ്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതിന്റെ വിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ച് രാജ്യത്തിന്റെ ഇൻഫ്ലേഷന്റെ തോതോ ഡിഫ്ലേഷന്റെ തോതോ റിസഷന്റെ തോതോ കൂടിയോ കുറയോ അങ്ങനെയൊക്കെ വെച്ചിട്ടിരിക്കുകയും ചെയ്യും. So price indexes. A price index is a measure of the average level of price for particular goods and services relative to base year. അപ്പോൾ ബേസ് ഇയർ വെച്ച് അവർ കമ്പയർ ചെയ്ത് നോക്കും. എന്നിട്ട് ആവറേജ് ലെവൽ ഓഫ് പ്രൈസ് ഓഫ് എ പർട്ടിക്കുലർ, ചില സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആവറേജ് ലെവൽ ഓഫ് പ്രൈസ് എങ്ങനെയാണ്, ഇപ്പോഴത്തെ പ്രൈസും ബേസ് ഇയറിലെ പ്രൈസും എന്താണ്? ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ കറന്റ് പ്രൈസ് ലെവൽ റിലേറ്റീവ് ടു ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ. ബേസ് ഇയർ ചിലപ്പോൾ 2000 ആയിരിക്കും, അല്ലെങ്കിൽ 2005 ആയിരിക്കും, അല്ലെങ്കിൽ 2010 ആയിരിക്കും. There are mainly two types of price indexes. ഒന്ന് GDP deflector, രണ്ടാമത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അതായത് GDP ഡിഫ്ലക്ടറിനെക്കാട്ടും കൂടുതലായിട്ട് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ് പ്രത്യേകിച്ച് തൊഴിലാളികൾക്ക് ഡിയർനെസ് അലവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ എന്താ പറഞ്ഞത്, വേരിയബിൾ DA, ക്ഷാമബത്ത എത്ര കേന്ദ്ര ഗവൺമെന്റ് ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ക്ഷാമബത്ത പ്രഖ്യാപിക്കാറുണ്ട്. അത് 2%, 3%, 4% എന്ന് ഉദ്ദേശിക്കുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ആദ്യമായിട്ട് GDP ഡിഫ്ലക്ടർ എന്താണെന്ന് കാണിക്കാം. GDP deflector measures the average level of prices of goods and services that are included in GDP. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സാധന സേവനങ്ങളും GDP-യിൽ ഉൾപ്പെടുത്തില്ല. അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ഉൾപ്പെടുത്തുള്ളൂ. ഇറ്റ് can be used to convert nominal GDP to real GDP. Okay. It eliminates the effect of price increases and determines the real change in physical output. അപ്പോൾ GDP ഡിഫ്ലക്ടർ കൊണ്ട് പ്രധാനമായിട്ട് ഇറ്റ് എലിമിനേറ്റ്സ് ദ ഇഫക്റ്റ് ഓഫ് പ്രൈസ് ഇൻക്രീസസിന്റെ ഇഫക്റ്റ് എലിമിനേറ്റ് ചെയ്യുകയും ആൻഡ് ഇറ്റ് ഡിറ്റർമിൻസ് ദ റിയൽ ചേഞ്ച്. യഥാർത്ഥത്തിൽ ഫിസിക്കൽ ഔട്ട്പുട്ട് എന്തുമാത്രമാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയും ചെയ്യും. ദ റേഷ്യോ ഓഫ് nominal GDP in a given year to real GDP. In other words, it is the price index which is changing basket with a changing basket. This is the GDP reflector is equal to nominal GDP divided by real GDP into 100. That is GDP reflector in the formula. Consumer price index. This is very important. So economic students in consumer price index is very important. കാരണം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷാമബത്തയും മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഗവൺമെന്റ് സബ്സിഡി വരുന്നുണ്ട്, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും സാധനങ്ങളുടെ വില കയറി പോയിട്ടുണ്ടെങ്കിലും ഇതൊന്ന് കയറ്റി എടുക്കണേ. അപ്പൊ കയറ്റുമതി നിർത്തി. ഗോതമ്പിന്റെ വില ഗണ്യമായിട്ട് കയറിയപ്പോൾ ഗോതമ്പിന്റെ കയറ്റുമതി നിർത്തി. അപ്പൊ ഗോതമ്പിന്റെ വില താഴോട്ട് വന്നു. സവാളയുടെ കയറ്റുമതി നിർത്തിയപ്പോൾ സവാളയുടെ വില സാവധാനം താഴേക്ക് വന്നു. അതേപോലെ തന്നെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ടു മെഷർ ദ പ്രൈസസ് ഓഫ് ബൈയിങ് ഫിക്സഡ് ബാസ്കറ്റ് ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പൊ എന്താണ് ഈ ഫിക്സഡ് ബാസ്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന? ഫുഡ്, ക്ലോത്തിങ്, ഫ്യൂവൽ, ഹൗസിംഗ്, ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട. നമ്മൾ ഇഷ്ടംപോലെ സാധനങ്ങൾ നമ്മൾ ഡേ ടു ഡേ കൺസ്യൂം ചെയ്യുന്നുണ്ടാവും. നമുക്ക് AC ഉണ്ടാവും, കാർ ഉണ്ടാവും, മനസ്സിലായോ, വലിയ
ബിഗ് സൈസ്ഡ് ആയിട്ടുള്ള കാറുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ 2 വീലർ ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ പ്രധാനമായിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസിന് വില കൂടുന്നുണ്ട്. അതാണ് സാധാരണക്കാരെ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. CPI is the single index which can be used to measure prices of various goods and services prevailing in the economy. അപ്പോൾ CPI, പ്രൈസ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പ്രൈസ് ഇൻഡെക്സ്, പ്രൈസ് ഓഫ് ബാസ്ക്കറ്റ് ഇൻ കറണ്ട് ഇയർ, price of basket in the base year into 100. That is it. Then inflation rate. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? Inflation rate, it is the rate at which the general level of prices increases per period. നമ്മൾ പറഞ്ഞു ഇൻഫ്ലേഷൻ മീൻസ് ഒരു ദിവസമോ ഒറ്റ സാധനത്തിന് വില കൂടിയത് കൊണ്ട് ഇൻഫ്ലേഷൻ ഉണ്ടായിരുന്നില്ല. ഇറ്റ്സ് എ പെർസിസ്റ്റന്റ് റൈസ് ഇൻ ദ പ്രൈസസ് ഓഫ് കമോഡിറ്റീസ്. അപ്പോഴാണ് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത്. പെർസിസ്റ്റന്റ് റൈസ്, നിരന്തരമായിട്ട് 3 മാസം 6 മാസം നിരന്തരമായിട്ട് സാധനത്തിന്റെ വില കയറിയിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകാം. പ്രൈസ് ഇൻഡിസസ് ക്യാൻ ബി യൂസ്ഡ് ടു മെഷർ ഇൻഫ്ലേഷൻ റേറ്റ്. Then it is measured as the percentage of change in any of the price indices during the time period. It is calculated as inflation rate. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? P2 minus P1 divided by P1 into 100. എന്താണ് P1? എന്താണ്? Value of the price index in the previous year. P2 is value of the price index in the current year. Inflation rate. The limitations of GDP. ഒന്ന്, if GDP increases because of increase, GDP കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരായ്മകൾ. അപ്പോൾ വാറ് കൊണ്ടോ if GDP increases, നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനം യുദ്ധം കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ മറ്റേതെങ്കിലും കാരണം കൊണ്ടോ ഇമ്പ്രൂവ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മളുടെ രാജ്യത്തിൽ GDPക്ക് വർധനവുണ്ടാകും, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് വർധനവുണ്ടാവും, ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ യാതൊരു വ്യത്യാസവും വരില്ല. ദ പോപ്പുലേഷൻ, ഒരു രാജ്യത്തിലെ നമുക്ക് ജനസംഖ്യ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഒരു രാജ്യത്തിൽ ചിലപ്പോൾ GDP കൂടുതലായിരിക്കും, പക്ഷെ അതനുസരിച്ച് രാജ്യത്തിന്റെ ജനങ്ങളും കൂടുതലാണെങ്കിൽ ഓരോരുത്തരും കിട്ടുന്ന പെർ ക്യാപിറ്റ ഇൻകം വളരെ കുറവായിരിക്കും. ദസ് പെർ ക്യാപിറ്റ ഇൻകം ഈസ് മോർ റെപ്രസെന്റ്. അപ്പൊ അത് കാരണം എന്താണ്? ഒരു രാജ്യത്തിന്റെ യഥാർത്ഥത്തിലെ വളർച്ച നമ്മൾ കണ്ടുപിടിക്കുന്നതിന് കൂടുതലായിട്ട് നമ്മൾ പെർ ക്യാപിറ്റ ഇൻകം ആണ് GDP-നെക്കാളും വ്യത്യാസം. ദെൻ ലാർജർ കോൺട്രിബ്യൂഷൻ ബൈ എ ഫ്യൂ. നമുക്കറിയാം ഒരു രാജ്യത്തിൽ കൂടുതലായിട്ട് ഇന്ത്യയിലൊക്കെ ഇൻഇക്വാലിറ്റി ഉണ്ട്. കാരണം ടോപ്പ് 10% ഓഫ് ദ പോപ്പുലേഷൻ 60-65% രാജ്യത്തിന്റെ പിന്നെ വെൽത്ത് കൈവശം വെച്ചിരിക്കുന്നതാണ്. ബാക്കിയുള്ള ആൾക്കാണ് ഈ 30% ഇതുള്ളത്. അതുകൊണ്ടാണ് ഗ്ലെയറിംഗ് ഇൻഇക്വാലിറ്റി ഉണ്ട്. But the rich becomes richer and the poor becomes poorer. Large contribution, the country may have steep inequality. The GDP may be high, but it may be contributed by a few. Then, therefore, if a small section of the population owns a large section, the GDP, a small percentage GDP to be shared by. കൂടുതൽ GDP is shared by a small section of the people. നേരെ മറിച്ച് GDP ഷെയർ ചെയ്യുന്നത് a small percentage of the GDP shared by the greater number of people, economic growth will not reach the poorest sections of the economy. അപ്പൊ GDP ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഏത് വിഭാഗമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അവരായിരിക്കും കൂടുതൽ ഇക്കോണമി, അവരായിരിക്കും കൂടുതലായിട്ട് ബെനിഫിറ്റ് ഉണ്ടെന്നത്. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള കുഴപ്പമുണ്ടാവില്ല. ദെൻ GDP ഇഗ്നോർസ് ക്വാളിറ്റി ഓഫ് എൻവയറൺമെന്റ്. ഉൽപാദനം ഗണ്യമായിട്ട് നടത്താം, പക്ഷെ അതനുസരിച്ച് പൊല്യൂഷൻ, എൻവയറൺമെന്റൽ ഡിഗ്രഡേഷൻ ഉണ്ടാകാം. ദെൻ ഒൺലി ലീഗൽ പ്രൊഡക്ട്സ്, നമ്മളെ കള്ളക്കടത്തിൽ നിന്നും കഞ്ചാവ് വളത്തിൽ നിന്നുള്ള വരുമാനമൊന്നും യഥാർത്ഥത്തിൽ GDP-യിൽ ഉൾപ്പെടുത്തുന്നില്ല. ദെൻ എക്സാമ്പിൾ ഉണ്ട്, പിന്നെ ഹോം മേക്കർ, ഏണിംഗ്, പിന്നെ കെയറിംഗ് ഫോർ ചിൽഡ്രൻ, ഇതെല്ലാം കൊണ്ട് നമുക്ക് അത് യഥാർത്ഥത്തിൽ GDP-യിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് വളരെ മോശമാണ്. താങ്ക് യു വെരി മച്ച്.